Hi friends, Fayhas Kitchen and Vlogs വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മുടെ കേരളത്തിന്റെ കാലാവസ്ഥയിൽ എക്സോട്ടിക് ആയിട്ടുള്ള വിദേശ ഇനം ഫ്രൂട്ട്സുകൾ നല്ലതുപോലെ കായ്ക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത് ലിച്ചി പഴത്തിന്റെ കാര്യമാണ്. അപ്പോൾ പലർക്കും ഉള്ളൊരു സംശയമാണ് ലിച്ചി പഴം നമ്മുടെ നാട്ടിൽ കായ്ക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം. അപ്പോൾ ലിച്ചി പഴത്തിന്റെ സ്വദേശം എന്ന് പറയുന്നത് ചൈനയാണ്. അപ്പോൾ നമുക്കറിയാം ചൈനയിൽ അല്പം തണുപ്പുള്ള ക്ലൈമറ്റാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിൽ ഈ ഫ്രൂട്ട് കായ്ക്കുമോ എന്നുള്ള കാര്യം എല്ലാവർക്കും ഒരു സംശയമാണ്. അപ്പോൾ അതിന് വ്യക്തമായ ഒരു ഉത്തരം എന്താണെന്ന് പറയുകയാണെങ്കിൽ ഈ ഫ്രൂട്ട് കേരളത്തിൽ കായ്ക്കുന്നുണ്ട്. കേരളത്തിൻ്റെ ചില ഭാഗങ്ങളിൽ ഈ ഫ്രൂട്ട് നല്ലതുപോലെ കായ്ക്കുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ വയനാട് ജില്ലയുടെ ചില ഭാഗങ്ങളും പിന്നെ അതുപോലെ തന്നെ ഇടുക്കി ജില്ലയുടെ ചില ഭാഗങ്ങളിലും ഇത് നല്ലതുപോലെ കായ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു സബ് ട്രോപ്പിക്കൽ ഫ്രൂട്ട് തന്നെയാണ്. അതായത് ഇപ്പം നമ്മുടെ ട്രോപ്പിക്കൽ കാലാവസ്ഥയിൽ കായ്ക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു ഫ്രൂട്ട് തന്നെയാണിത്. അപ്പോൾ ഈ ഫ്രൂട്ട് കേരളത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ എന്തുകൊണ്ട് കായ്ക്കുന്നില്ല എന്ന് ചിലർ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതിന് കാരണം ലിച്ചി ഫ്രൂട്ട് കായ്ക്കണമെങ്കിൽ ഒരു കോൾഡ് സ്ട്രെസ് ആവശ്യമാണ്. അതായത് ഒരു 15 ഡിഗ്രി മുതൽ 17 ഡിഗ്രി വരെ താപനില വേണം ഇതിൽ കായ്കൾ ഉണ്ടാവാൻ. അത് ഇതിൽ താഴോട്ട് പോയാലും പ്രശ്നമില്ല. അതായത് 15 ഡിഗ്രിയുടെ താഴോട്ട് പോയാലും പ്രശ്നമില്ല. അപ്പോൾ ഈ ഒരു താപനില കണ്ടിന്യൂസ് ആയിട്ട് ഒരു മാസമെങ്കിലും കിട്ടിയാൽ മാത്രമേ ലിച്ചി പൂവിടുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ ലിച്ചിയുടെ കൊമേഴ്ഷ്യൽ കൾട്ടിവേഷൻ ഉള്ളത് ബീഹാർ പിന്നെ അതുപോലെ വെസ്റ്റ് ബംഗാൾ, UP, ജാർഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ്. അപ്പോൾ ഇതിൻ്റെ നല്ല ഹൈബ്രിഡ് തൈകൾ ഇപ്പോൾ നമുക്ക് പല നഴ്സറികളിലും അവൈലബിൾ ആണ്. അപ്പോൾ കായ്ച്ച് നിൽക്കുന്ന തൈകൾ തന്നെ ഇപ്പോൾ നമുക്ക് കേരളത്തിൻ്റെ പല നഴ്സറികളിലും അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള തൈകൾ കൊണ്ടുവന്ന് നമുക്ക് നട്ടുപിടിപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള തൈകൾ നമ്മൾ കൊണ്ടുവന്ന് നമ്മുടെ വീട്ടുപരിസരങ്ങളിലൊക്കെ നട്ടുപിടിപ്പിച്ച് കഴിഞ്ഞാൽ ഇതിൽ കായ്കൾ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെ ഇതൊരു ലക്കാണ്. നമുക്ക് നമ്മുടെ ഭാഗ്യവും എല്ലാം കൂടി ഒത്തു വന്നാൽ ഇതിൽ കായ്കൾ തീർച്ചയായിട്ടും ഉണ്ടാവും. അതായത് ഈ ഒരു റേഞ്ചിലുള്ള താപനില നമുക്ക് കിട്ടുകയും വേണം. പിന്നെ അതുപോലെ നമ്മൾ വാങ്ങുന്ന തൈകളുടെ ക്വാളിറ്റി അനുസരിച്ചും അതും ഒരു പ്രധാന ഘടകമാണ്. ഇപ്പോൾ പലരും ഇതിൻ്റെ തൈകൾ കൊണ്ടുവന്ന് വെച്ച് പിടിപ്പിച്ചിട്ട് അതിൽ കായ്കൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ട്രോപ്പിക്കൽ ഏരിയയിലുള്ള ആളുകൾ തന്നെ ഇത് വെച്ച് പിടിപ്പിച്ചിട്ട് കായ്കൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നല്ല തൈകൾ വാങ്ങി വെച്ച് പിടിപ്പിക്കുക. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് വൈറ്റമിൻസ് അടങ്ങിയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് ലിച്ചി. ഈ ഫ്രൂട്ടിൽ ധാരാളം വൈറ്റമിൻ C, വൈറ്റമിൻ B പിന്നെ അതുപോലെ തന്നെ ഫോസ്ഫറസ്, മഗ്നീഷ്യം എന്നിവ ധാരാളം അടങ്ങിയിട്ടുണ്ട്. പിന്നെ അതുപോലെ റംബൂട്ടാൻ, മാംഗോസ്റ്റിൻ എന്നിവയുടെ ആ ഒരു ഫാമിലിയിൽ പെടുന്ന ഫ്രൂട്ടാണ് ലിച്ചി. എന്നാൽ ആ ഫ്രൂട്ടിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ വാട്ടർ കണ്ടൻറ്റ് ലിച്ചിയിൽ ഒരുപാട് കൂടുതലാണ്. ഈ ഫ്രൂട്ട് കായ്ച്ചു നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ മരത്തിൽ കുലകളായി തൂങ്ങിക്കിടക്കുന്നത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. അപ്പോൾ ഇതിൻ്റെ രുചി എന്ന് പറയുന്നത് ഇപ്പോൾ ലോങ്കൻ റംബൂട്ടാൻ ഫ്രൂട്ടിനോട് സാമ്യമാണ്. സാധാരണയായിട്ട് ഒരു കുരുവാണ് നമുക്ക് ഈ ഫ്രൂട്ടിൽ കാണാൻ കഴിയുക. നല്ല വെളുത്ത മധുരമുള്ള ഫ്ലഷ് ഈ കുരുവിനെ ആവരണം ചെയ്തിട്ടാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു വെളുത്ത മാംസളമായ ഭാഗമാണ് ഭക്ഷ്യയോഗ്യമായത്. ഒരു സമയത്ത് നമ്മുടെ നാട്ടിലെ പല നഴ്സറികളിലൂടെയും വളരെ വ്യാപകമായി വിറ്റയച്ച് വന്നിരുന്ന ഒരു ചെടിയായിരുന്നു ലിച്ചി. ഇപ്പോൾ കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിലും ഈ ഫ്രൂട്ട് കായ്ക്കുന്നുണ്ട്. അപ്പോൾ 2-3 തവണ കായ്ച്ചാൽ മാത്രമേ ഇത് സക്സസ് ആയി എന്ന് നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ. അപ്പോൾ കാര്യമായ രോഗങ്ങളൊന്നും തന്നെ ഇല്ലാത്ത ഒരു ചെടിയാണ് ലിച്ചി. അപ്പോൾ ഹിൽ റേഞ്ച് ഏരിയകളിലൊക്കെ കൃഷി ചെയ്യാൻ അനുയോജ്യമായ ഒരു ഫ്രൂട്ട് തന്നെയാണ് ലിച്ചിപ്പഴം. അപ്പോൾ ഈ ചെടിക്ക് തണുപ്പ് വളരെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ തൈകൾ നട്ടതിന് ശേഷം ഈ ചെടിയുടെ അടിയിൽ പുതയിട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. എപ്പോഴും ഒരു ഈർപ്പം നിലനിർത്തുന്നത്, ചെടിയുടെ തടത്തിൽ എപ്പോഴും ഒരു ഈർപ്പം നിലനിർത്തുന്നത് വളരെ നല്ലതാണ് ഈ ചെടിക്ക്. പിന്നെ അതുപോലെ തന്നെ ഈ ചെടിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ചെടിക്ക് പ്രായം കൂടുന്നതിനനുസരിച്ച് ഇതിൽ വിളവ് കൂടുതൽ കിട്ടിക്കൊണ്ടിരിക്കും. ലിച്ചി കായ്ച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇതിനെ സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അതായത് കിളികളും മറ്റു ജീവികളും കഴിക്കാതിരിക്കാൻ മരം മൂടുന്ന രീതിയിൽ വലയിട്ട് വെക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ അതുപോലെ ഡിസംബർ, ജനുവരി മാസങ്ങളിലാണ് ഇതിൻ്റെ വിളവെടുപ്പ് സമയം. പിന്നെ അതുപോലെ ഇതിൻ്റെ തൈകൾ നട്ട് 6 മുതൽ 8 വർഷം വരെ എടുക്കും ഇതിൽ കായ്കൾ ഉണ്ടാകുവാൻ. പിന്നെ അതുപോലെ ഇപ്പം നമുക്ക് ഇതിൻ്റെ ഹൈബ്രിഡ് തൈകളൊക്കെ, അതായത് ഗ്രാഫ്റ്റ് ചെയ്തതും പിന്നെ അതുപോലെ തന്നെ ബഡ് ചെയ്തതുമായിട്ടുള്ള തൈകൾ ഇപ്പോൾ നമുക്ക് നഴ്സറികളിൽ അവൈലബിൾ ആണ്. അപ്പോൾ അത്തരത്തിലുള്ള തൈകളൊക്കെ പെട്ടെന്ന് കായ്ക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ നഴ്സറികളിൽ നിന്ന് വാങ്ങുമ്പോൾ അത്തരത്തിലുള്ള തൈകൾ നോക്കി വാങ്ങുവാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ലിച്ചി പഴത്തെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇത് കായ്ക്കുമോ എന്ന് ചോദിച്ചാൽ കായ്ക്കുക തന്നെ ചെയ്യും. അപ്പോൾ എല്ലാവരും ഇതിൻ്റെ തൈകൾ കൊണ്ടുവന്ന് നട്ടുപിടിപ്പിക്കുക. അപ്പോൾ ഈ ഫ്രൂട്ടിനെ കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുകളുമായിട്ട് വീഡിയോ ഷെയർ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ കൃഷി അറിവുകളും ടിപ്സുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.